ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ജമന്തിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. കോംബോ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പം 4 കളറാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 കളറിനും കൂടെ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. CCയും വരുന്നുണ്ട്. നമ്മൾ DTDC വഴിയാണ് കേട്ടോ പ്ലാൻസ് അയക്കുന്നത്. പോസ്റ്റ് വഴി ഇപ്പം നമ്മൾ അയക്കുന്നില്ല. DTDC വഴി മാത്രമേ കേട്ടോ അയക്കുന്നുള്ളൂ. മിനിയേച്ചർ ടൈപ്പ് ജമന്തിയാണ് കേട്ടോ എല്ലാം. നമ്മൾ 4 കളർ തരുന്നതും മിനിയേച്ചറാണ്. ഇതുപോലെ ചെറിയ പൂക്കളായിരിക്കും, ഒത്തിരി വലിയ പൂക്കളല്ല. ഇതിങ്ങനെ ഒത്തിരി കൊലയായിട്ട് പൂക്കും കേട്ടോ, നിറഞ്ഞ് പൂക്കളുണ്ടാവും. അതാണ് ഈ ഒരു ജമന്തിൻ്റെ പ്രത്യേകത. ഇതെല്ലാം മണ്ണിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ജമന്തികളാണ് കേട്ടോ, ചകിരിച്ചോറിലുള്ളതല്ല. നമ്മൾ കുറേ നാളായി ഇപ്പോൾ ജമന്തിയൊക്കെ അയച്ചിട്ട്. അപ്പോൾ നല്ല ചെടികളാണ് കേട്ടോ ഉള്ളതെല്ലാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ്. നമ്മുടെ കയ്യിൽ ഉള്ള കളറുകളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതുപോലെ ഒരു മെറൂൺ ഉണ്ട്, പിന്നെ വയലറ്റ്. അങ്ങനെ 3-4 കളറുകളോളാണ് നമ്മുടെ കയ്യിലുള്ളത്. വയലറ്റിൻ്റെ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ് വയലറ്റും വരുന്നുണ്ട്, ഇച്ചിരി ഡാർക്ക് വയലറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ 2 പ്ലാന്റും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഒരു വയലറ്റ് മാത്രമാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഒരു വയലറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ അഡ്രസ്സൊക്കെ എഴുതി പാക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോ ഇടാറുണ്ട്. അതിൽ പിൻകോഡോ ഫോൺ നമ്പറോ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഫോട്ടോ ഇടാറുള്ളത്. DTDCയിൽ പ്ലാൻസ് എത്തിയെന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യണം. കാരണം പ്ലാൻസ് ആണ് നാശമായി പോവും. പ്ലാൻസ് അവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഡെലിവറി എന്ന് പറഞ്ഞ് കാണിക്കും നമ്മുടെ DTDCന്ന് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ DTDCയിൽ അവർ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം. അതേപോലെ പ്ലാൻസ് നിങ്ങളിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമായിരിക്കില്ല, വേറെയും പ്ലാൻസ് വാങ്ങുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എത്ര കൊറിയർ എനിക്കുണ്ട്, ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം. ചിലപ്പോൾ DTDCക്കാരുടെ ശ്രദ്ധ കുറവുകൊണ്ട് അത് അവരവിടെ വെച്ചേക്കാം, അവർ പറയത്തില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, വന്നിട്ടുണ്ടോ, എത്രണ്ണം വന്നിട്ടുണ്ട് എന്നുള്ളത്. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം. കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ചെയ്യും. അപ്പം നമ്മളതിൽ കുറച്ച് എഫേർട്ട് ഇടുക കേട്ടോ, അല്ലാണ്ട് ഒരു രക്ഷയില്ല. നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കുക. എന്നിട്ട് വൈകുന്നേരം നട്ടാൽ മതി കേട്ടോ. നട്ടതിന് ശേഷം ഒരു കാരണവശാലും വെയിൽ കൊള്ളരുത്, ഒട്ടും വെയിൽ വേണ്ട. രാവിലെ മുതൽ വൈകുന്നേരം വരെ തണൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പിടിച്ച് നിങ്ങൾ ആ മണ്ണൊക്കെ ആയിട്ട് സെറ്റായതിന് ശേഷം നിങ്ങൾ വെയിലത്തേക്കൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഡാലിക ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ, ജമന്തി ആണെങ്കിലും അങ്ങനെ തന്നെ നട്ട് ഒന്ന് നിങ്ങളെ മണ്ണൊക്കെ ആയിട്ട് സെറ്റായി അത് പിടിച്ചു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ വെയിലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നെ കട്ടിങ് എടുക്കാൻ പറ്റുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 1-2 കട്ടിങ് എടുത്ത് അതും മാറ്റി നട്ടുപിടിപ്പിക്കുക കേട്ടോ. നിങ്ങളുടെ മണ്ണിൽ തന്നെ നട്ടുപിടിപ്പിച്ചെടുക്കുക. നമ്മുടെ സ്ഥലം വരുന്നത് വയനാട് അമ്പലവയലിലാണ്. പിന്നെ നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.